അവനെ നോക്കണേ. ഹലോ, ബോബി അല്ലേ? ഐ എം അജയ് മേനോൻ, മറിയയുടെ ഹസ്ബൻഡ്. കഴിഞ്ഞ 23-ാം തീയതി അജയുടെ മാരേജ് തീരുമാനിച്ചന്നായിരുന്നു നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് അല്ലേ? ആ കല്യാണം നടന്നില്ല. അജയന് സമ്മതിച്ചില്ല. അല്ല, ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി വീട്ടുകാരെയൊക്കെ പറഞ്ഞ് ഒരുവിധം കൺവിൻസ് ചെയ്തിരിക്കുക അത്രേ. അജയുടെ അച്ഛനും അമ്മയും അയാളുടെ ഒപ്പം വരും മരിയെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതൊന്നും ശരിയാവില്ല. മരിയ എൻ്റെ വൈഫാണ്. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, നിങ്ങളുടെ വിവാഹം വാലിഡാകാൻ ഇനിയുണ്ട് 10-20 ദിവസം. അജയ് അവളെ നേരത്തെ വിവാഹം കഴിച്ചല്ലേ? അതും വാലിഡ് അല്ലല്ലോ. അന്ന് അയാളുടെ വീട്ടുകാർ ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. ഇന്നും മരിയയ്ക്ക് വേണമെങ്കിൽ നീയായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാം. മരിയ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് ആർക്കും ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അജയ് അവളെ തേടി വന്നപ്പോ അവളെന്താ അവനോട് പോകാൻ പറയായിരുന്നത്? നീയാണ് അവളുടെ ഭർത്താവെന്ന് അവളൊന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അജയ് ബിഗ് സീറോ ആയി പോകില്ലായിരുന്നോ? എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞില്ല? അവള് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിച്ചു കാണും. നിന്നെ അജയനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രായം, വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികം, അങ്ങനെ അവൾക്ക് ഏറ്റവും സേഫായിട്ട് തോന്നിയത് അജയ് തന്നെയായിരിക്കും. അങ്ങനെ സ്നേഹം ആരെങ്കിലും കമ്പയർ ചെയ്ത് നോക്കൂ. അവർ തമ്മിൽ 5 വർഷം ഇഷ്ടത്തിലായിരുന്നു. നിനക്ക് മരിയോടുള്ള ഇഷ്ടത്തിന് 2 മാസത്തെ കാലയളവേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിന്നേക്കാൾ വലുത് അജയ് തന്നെയായിരിക്കും. കൊണ്ടുപോട്ട, സാരമില്ല. നീ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും. അപ്പച്ചനറിയാം. മരിയ ഉണ്ടല്ലോ, എന്തിനാ? ഒന്ന് വിളിക്കാമോ? സി ബോബി, മരിയയ്ക്ക് ബോബിയോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു മിനിറ്റ്. ഓക്കെ. ആരാ വന്നേ? ഇല്ല, അതവിടെ ഫ്ലാറ്റ് മാറി വന്നത്. ഇറങ്ങട്ടെ. നാളെ മുതൽ നമ്മളൊരു പുതിയ ജീവൻ തുടങ്ങാൻ പോകണം. പഴയതൊക്കെ ഒരു സ്വപ്നം പോലെ മറന്നു തരണം. രാവിലെ ഞാൻ അച്ഛനും മേൻകുട്ടി വരാം. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. ആ ബോബിയാ.
ഇരിക്കടാ. നീ മരിയനെ കണ്ടായിരുന്നോ? നിനക്ക് 2 അടിക്കണ? കഴിച്ചാലൊന്നും മനസ്സിൽ വിഷമം മാറില്ലല്ലോ ഭായ്. നിനക്ക് അവളൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? എന്തിനാ ഭായ്? എൻ്റെ മനസ്സിൽ അത്ര സ്നേഹമുണ്ടെന്ന് അവൾക്കറിയാവുന്ന കാര്യമില്ല. അതിൻ്റെ ഒരു അംശമെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ വിളിക്കട്ടെ. അതല്ലേ അതിൻ്റെ ശരി. ആ എടാ 2 ദിവസമായിട്ട് എങ്ങും പോകാൻ പറ്റിയില്ല. ആകെ ടെൻഷനിലായിരുന്നു. മോൻ്റെ കാര്യം അറിയാലോ എനിക്ക്. ഇപ്പം അവന് കുഴപ്പമൊന്നുമില്ല. ഞാനത് നോക്കിക്കോ. ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഇതിലെ വാ. നല്ല ചായ. മോൾക്ക് എന്നോട് ദേഷ്യം കാണും. അത്രമാത്രം ദുഷ്ടത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റ് തന്നെയാണ്. എന്നാൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ ചില ന്യായങ്ങളുണ്ട് അല്ലേ? എല്ലാ അച്ഛന്മാരും സ്വാർത്ഥരാ മോളെ. മക്കൾ നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി സമ്പാദിക്കണം, നല്ലൊരു കുടുംബത്തിൽ വിവാഹം കഴിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കാമല്ലോ മാതാപിതാക്കൾക്ക്. ഞാനും അത്രയൊക്കെ ചെയ്തുള്ളൂ. എൻ്റെ മകൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയായിരുന്നു ഞാൻ മോളെ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതും. മോളുടെ കാര്യത്തിൽ അമ്മ എന്നും അച്ഛനെ എതിർത്തിട്ടേ ഉള്ളൂ കേട്ടോ. എന്റെ മോൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ എനിക്ക് എന്നും എന്റെ മോളായിട്ട് തന്നെ കാണാൻ പറ്റും. അച്ഛനെ അമ്മയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. എനിക്കറിയാം അവരൊന്ന് വിളിച്ചാലും വരേക്ക് വരാൻ പറ്റുന്നുള്ളത്. എന്നാ പിന്നെ സമയം കളയാൻ നമുക്ക് ഇറങ്ങിയാലോ? ബോബി, ബോബി, നിനക്ക് കാണണ്ടടാ അവള് പോണത്. വേണ്ട. പക്ഷേ എനിക്ക് 2 വർത്താനം പറയണം, അല്ലെങ്കിലേ ഒരു മനസമാധാനം ഉണ്ടാവൂല. ഞാനും വരാൻ പോയി. ഇതും കൂടെ വെച്ചേ. ഹലോ, എന്റെ പേര് സജി. ടൂള് സജി എന്ന് പറയും. വിറക. ബോബിയുടെ ഫ്രണ്ടാ. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്നാ. അതെ, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു. ഓ, ഒരു പുതിയ ജീവിതം. ഇത്രയും കാലം താനൊക്കെ എവിടെയായിരുന്നു? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് താൻ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇത്രയും കാലത്തിനിടക്ക് ഒന്ന് ഫോണിൽ വിളിച്ച് സുഖമാണോ എന്ന് താൻ ചോദിച്ചിട്ടുണ്ടാ? ഇപ്പൊ വന്നേക്കണ് തന്തേനും തള്ളേനെ വിളിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട്. നീ വേടേ ഇവരോടൊക്കെ സംസാരിച്ച് വെറുതെ സമയം വേണ്ട. വാ. അതെ മേനോൻ സാറേ, നിങ്ങളെനിക്കറിയാം. നിങ്ങൾ വലിയ പുള്ളിയാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി വന്ന മരിയെ നിങ്ങൾ ഇമ്മോറൽ ട്രാഫിക്കിൽ കുടുക്കിയില്ലേ? അനാവശ്യം പറയരുത്. എടോ, ആ സ്റ്റേഷനിൽ അന്നേരം ഞാനും ഉണ്ടായിരുന്നു. നിങ്ങൾ കൈക്കൂലി കൊടുത്ത എസ് ഐ കൊണ്ട് ഈ ചെറ്റച്ചറ്റം ചെയ്യിക്കുമ്പോ എനിക്കറിയാം. നോക്കുമെങ്ങളെ, 5 കൊല്ലത്തെ ഇവന്റെ ആണത്തെ ഇല്ലാത്ത സ്നേഹമാണോ അതോ ഞങ്ങളുടെ ബോബിയുടെ ചങ്കുറപ്പുള്ള സ്നേഹമാണോ വലുതെന്ന് മോളൊന്ന് ചിന്തിച്ചു നോക്ക്.
കയ്യിൽ നിന്ന്. മോനെ, ദാ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയൂ. അതെ, അവർ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോ ശ്വാസം കിട്ടുണ്ടാവില്ല, കൃത്രിമ ശ്വാസം കൊടുക്കുക. ഇത് കണ്ടോണ്ട് നിന്റെ പേരെടുത്തില്ല, ചത്തുപോകും, വിഷമാണത്.